നമസ്കാരം പ്രേക്ഷകരെ, ഒരു ബ്രേക്കിംഗ് ന്യൂസ്. പശ്ചിമേഷ്യ കത്തി നിൽക്കുന്നു. 24 ദിവസം 24 രാത്രി. യുദ്ധത്തിന്റെ ചൂടാറ് മുമ്പേ ഒരു നിർണായക ഇടവേള. ട്രംപ് പറഞ്ഞു ചർച്ചകൾ വിജയിച്ചു. ഇറാൻ പറഞ്ഞു ഒരു ചർച്ചയും നടന്നിട്ടില്ല. ആരാണ് സത്യം പറയുന്നത്? ലോകം ഉത്തരം തേടുന്നു. ഇന്ന് ഇപ്പോൾ ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പ്രഖ്യാപിച്ചു, ഇറാന്റെ ഊർജ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് നേരെ നടത്തി വന്ന എല്ലാ ആക്രമണങ്ങളും 5 ദിവസത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ് എന്ന്. കഴിഞ്ഞ 2 ദിവസമായി അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന ചർച്ചകൾ വളരെ മികച്ചവും ഫലപ്രദവുമാണെന്നാണ് ട്രംപ് തന്നെ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ട്രംപ് നൽകിയ അന്ത്യശാസനം ഇന്ന് കാലാവധി തീരുന്ന ദിവസം. അപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വഴിത്തിരിവ്. പശ്ചിമേഷ്യൻ മേഖലയ്ക്ക് മുകളിൽ ആകാശം കാവൽ നിന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ USS ജെറാൾഡ് ആർ ഫോർഡ് ഇറാൻ തീരങ്ങൾ വിട്ട് ഗ്രീസിലെ ക്രീറ്റ് ദ്വീപിലേക്ക് തിരിച്ചിരിക്കുകയാണ്. സൂഡാ ബേയുടെ നാവിക താവളത്തിൽ നങ്കൂരമിട്ട ആ ഭീമൻ കപ്പൽ സംഘർഷത്തിന്റെ ആ ഭൂപ്രദേശം തന്നെ വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ഫെബ്രുവരിയിൽ ക്രീറ്റിൽ നിന്ന് ഇന്ധനവും ആയുധങ്ങളും നിറച്ച് യുദ്ധത്തിനൊരുങ്ങിപ്പോയ ആ കപ്പലിന് ഒരു ദൗർഭാഗ്യവും ഉണ്ടായി എന്നത് നമ്മൾ കണ്ടതാണ്. മാർച്ച് 12-ന് കപ്പലിലെ ലോണ്ടറിയിൽ തീപിടിച്ചു. 2 നാവികർക്കാണ് പരിക്കേറ്റത്. ആ പശ്ചാത്തലം കൂടിയുള്ളത് കൊണ്ടാവാം ഈ തിരിച്ചുവരവ്. എന്നാൽ ട്രംപ് പറഞ്ഞ കഥ ഇറാന് സമ്മതമല്ല. നേരിട്ടോ അല്ലാതെയോ ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല എന്ന് ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ ഫാർസ് ന്യൂസ് ഏജൻസി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ പറയുന്നത് ഇങ്ങനെ: ഊർജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. എന്നാൽ ഇറാൻ കടുത്ത ഭാഷയിൽ തന്നെ തിരിച്ചു മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ ട്രംപ് പിൻവാങ്ങി. ആരുടെ വാക്കുകളാണ് ശരി? ലോകം കാതോർക്കുകയാണ്. ഒപ്പം ഇറാൻ തന്നെ ഒരു ഭീഷണി കൂടി ഉയർത്തിയിട്ടുണ്ട്. ഒരു ഭൂകമ്പം പോലൊരു മുന്നറിയിപ്പ്. തങ്ങളുടെ തീരങ്ങളോ ദ്വീപുകളോ ആക്രമിക്കപ്പെട്ടാൽ പേർഷ്യൻ ഗൾഫിലെ എല്ലാ ആശയവിനിമയ പാതകളും മൈനുകൾ ഉപയോഗിച്ച് അടച്ചു കളയുമെന്നാണ്. ഇറാന്റെ നാഷണൽ ഡിഫൻസ് കൗൺസിൽ ലോകത്തോട് നേരിട്ട് പറഞ്ഞ ഈ വാക്കുകൾ ലളിതമല്ല. 24 ദിവസം, ആയിരക്കണക്കിന് ജീവൻ, കോടിക്കണക്കിന് മനുഷ്യരുടെ ഉറക്കം കെടുത്തിയ ഒരു സംഘർഷം ഇന്നൊരു ചെറിയ വിരാമചിഹ്നം കണ്ടിരിക്കുന്നു. 5 ദിവസം ഇതൊരു അവസരമാണോ അതോ ഒരു തന്ത്രമോ? പ്രേക്ഷകരായ നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. വീണ്ടും കാണാം. നന്ദി.